പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് അഞ്ജലി എന്നാണ്. ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ ഞാൻ 2019 ഓഗസ്റ്റ് 21 ഇവിടെ കൃപാസനത്തിൽ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കാൻ വന്നതിൻ്റെ കാരണം തന്നെ ഞാൻ 3 പ്രാവശ്യം അന്നേരം OET എഴുതിയിട്ടുണ്ടായിരുന്നു. 3 പ്രാവശ്യം എനിക്ക് കിട്ടിയില്ല. ഓരോരോ മൊഡ്യൂള് റൈറ്റിംഗ്, ലിസണിങ് അങ്ങനെ മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടെയുള്ളൊരു ചേച്ചി പറഞ്ഞു, ഇങ്ങനെ ആ ചേച്ചി കൃപാസനത്തിൽ ഇങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടത് വഴിയിട്ട് ചേച്ചിക്ക് ഇത് പാസ്സായി, അപ്പോൾ നീയും പോയി പ്രാർത്ഥിക്കുക, അപ്പോൾ എന്തായാലും മാതാവ് കൈവെടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം അന്നേരം തൊട്ട് ഞാൻ യൂട്യൂബിൽ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. ഡ്യൂട്ടിയുടെ ഇടയ്ക്കൊക്കെ ഇപ്പോഴും ഈ സാക്ഷ്യം കിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ കേട്ട് എനിക്ക് നാട്ടിൽ വരുമ്പോൾ തന്നെ ഇവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് ഞാൻ ഡെലിവറി ടൈമിലാണ് വന്നത്. അപ്പോൾ ഒത്തിരി കോംപ്ലിക്കേഷനൊക്കെ ആയിരുന്നു. എനിക്ക് ട്രാവലിംഗ് പറ്റില്ലായിരുന്നു. പക്ഷേ ഡെലിവറി കഴിഞ്ഞ് 28 ദിവസം ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു, ഈ പ്രാവശ്യം എഴുതുമ്പോൾ എന്തായാലും ഞാൻ OET പാസ്സാവുന്ന എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 3 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ എക്സാം. ഞാൻ കാര്യമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് മുമ്പ് ഡെലിവറി ആവണേക്കാളും മുമ്പ് കുറച്ച് പ്രിപ്പയർ ചെയ്തത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഭയങ്കര വിശ്വാസത്തിൽ തന്നെ ഞാൻ പോയി എക്സാം എഴുതി. കാശ് രൂപം ഉണ്ടായിരുന്നു, പ്രാർത്ഥിച്ചു, എക്സാമൊക്കെ എഴുതി. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അതിന് മുമ്പൊക്കെ എഴുതിയപ്പോൾ എനിക്ക് 1-2 മൊഡ്യൂളായിരുന്നു പോവുകയായിരുന്നു. ആ പ്രാവശ്യം എനിക്ക് ഒരു മൊഡ്യൂളും കിട്ടിയില്ല. സ്പീക്കിങ് എനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്പീക്കിങ്ങിന് എനിക്ക് ആ പ്രാവശ്യം C+ ആയിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഒരു മൊഡ്യൂളും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ദൈവം, ഞാൻ ഉടമ്പടി എടുത്തിട്ടും എനിക്ക് കിട്ടിയില്ലല്ലോ, എന്താ അങ്ങനെ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. പക്ഷേ അപ്പോഴും എനിക്ക് ഇവിടെ എല്ലാ സാക്ഷ്യങ്ങളും പറയേണ്ട റിവാലുവേഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മാതാവ് ദൈവം നമ്മളെ പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പറയാറുണ്ട്. അപ്പം ഞാൻ പക്ഷേ എനിക്ക് അന്നേരം ബാക്കി എല്ലാ എക്സാമുകൾക്കും ഞാൻ റിവാലുവേഷൻ കൊടുത്തെങ്കിൽ ആ എക്സാമിന് ഞാൻ റിവാലുവേഷൻ കൊടുത്തില്ല. എന്തോ എൻ്റെ ഒരു വിശ്വാസക്കുറവ് എന്തോ അങ്ങനെ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ദുബായിൽ ചെന്നു. രണ്ടാമത് എനിക്ക് എന്ന് വെച്ചാൽ നമുക്ക് വർക്കും കോച്ചിങ്ങളെല്ലാം കൂടെ നമുക്ക് പറ്റില്ല. അപ്പോൾ എബ്രോഡ് പോകണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ശരിക്കും ഞാൻ ഉടമ്പടിയിൽ ആഴപ്പെടാൻ തുടങ്ങിയത് തന്നെ. ശരിക്കും ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു, മുടക്കിയില്ല. കുടുംബ പ്രാർത്ഥനയൊക്കെ ആയാലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന എല്ലാവരും, ഞാനും ഹസ്ബൻഡും കൊച്ചും എന്നും പ്രാർത്ഥിക്കും. എത്ര ലേറ്റ് ആയാലും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് മാതാവിൻ്റെ അടുത്ത് ഞങ്ങളുടെ പ്രെയർ ടേബിളിൽ ഞങ്ങൾ ചിറ്റ് എഴുതിയിട്ടു. അതായത് ഒരു ഓപ്ഷൻ നാട്ടിയിട്ട് വന്ന് എക്സാം ഇവിടെ നിന്ന് പഠിച്ച എക്സാം എഴുതാനും, രണ്ടാമത്തത് അവിടെ നിന്ന് എക്സാം എഴുതാനായിരുന്നു. പക്ഷേ എനിക്ക് മാതാവ് തന്ന ചിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വന്ന് നിന്ന് എക്സാം എഴുതാനായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ നാട്ടിൽ വന്നു. അപ്പോൾ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ധ്യാനം കൂടിയൊക്കെ പോയി ക്ലാസ്സിന് ചേർന്നു. 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ലോക്ക്ഡൗൺ ആയി. എക്സാം എഴുതാൻ പറ്റിയില്ല, തിരിച്ചു പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു സ്ട്രെസ്സിൽ ആയിരുന്നു. അപ്പോഴാണ് അച്ഛൻ്റെ ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ അച്ഛനോട് പ്രെയർ റിക്വസ്റ്റ് ഡയറക്റ്റായിട്ട് പറഞ്ഞു, ഇങ്ങനെ OET. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ എന്തായാലും ഈ പ്രാവശ്യം പോയി എഴുതും, നിനക്ക് എന്തായാലും മാതാവ് തരും, പ്രാർത്ഥിച്ച് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. എല്ലാ പ്രാവശ്യത്തേക്കാളും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്താണ് ഞാൻ പോയത്. എക്സാം ഹാളിൽ ചെന്നു, എക്സാം എഴുതി. ലിസണിങ്ങാണ് എനിക്ക് എപ്പോഴും കുറച്ച് ടഫായിട്ട് തന്നെ തോന്നി. പക്ഷേ എന്നാലും എനിക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഓരോ പേപ്പറും കഴിയുമ്പോഴും ഞാൻ മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച്. അപ്പോൾ അത് ഈ യൂട്യൂബ് സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി വേണം എല്ലാ പേപ്പറും കൊടുത്ത് എക്സാം എഴുതി പാസ്സായി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാനും വിശ്വാസ പ്രമാണം ചൊല്ലി ആണ് എല്ലാ പേപ്പറുകളും കിട്ടിയത്. ആ പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ എനിക്ക് അയർലൻഡ് സ്കോറോടുകൂടി എനിക്ക് 10 മാർക്ക് മാത്രമേ ലിസണിങ്ങിന് പോയുള്ളൂ. എന്നാലും എനിക്ക് ദൈവം അയർലൻഡ് സ്കോർ തന്നെ എന്നെ ഈശോയും മാതാവും പാസ്സാക്കി തന്നു. അതിന് 1000 നന്ദി. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. 5ാമത്തെ തവണയാണ് ഞാൻ OET പാസ്സായത്. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയാനാണെങ്കിൽ അയർലൻഡ് പേപ്പർ വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിലേ ആണ്. ഓരോരുത്തർക്കും ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞാലാണ് അയർലൻഡിൽ പോകാനുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു പേപ്പർ ഉണ്ട്, ഡിസിഷൻ ലെറ്റർ എന്നാണ് പറയുന്നത്. ആ പേപ്പർ കിട്ടുന്നത് തന്നെ ഒരു കൊല്ലമൊക്കെ എടുത്താണ്. പക്ഷേ ഞാൻ അപ്പോൾ ഇവിടെ നിയോഗജപമാല തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ദുബായിലായിരുന്നു. ഒരു ദിവസം പോലും ഞാൻ മുടങ്ങിയിട്ടില്ല. നിയോഗജപമാല ഞാൻ കൂടി ആദ്യം തുടങ്ങിയപ്പോൾ ഞാനിവിടെ പ്രെയർ റിക്വസ്റ്റ് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു, നിനക്ക് ഇതുവരെ
ഇത് കിട്ടിയില്ലേ മോളെ. അപ്പം ഞാൻ ഓർത്ത് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഇവിടുത്തെ എല്ലാ ബ്രദർമാർക്കും പ്രാർത്ഥന എത്ര റിക്വസ്റ്റ് പറഞ്ഞാലും എല്ലാവരും ഇങ്ങനെ ഓർത്തിരിക്കും. ഞാൻ അവിടെ നിന്ന് വിളിച്ചാലും പറഞ്ഞാലും അവരിങ്ങനെ ഓർക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് ജൂലൈ 1 എനിക്ക് DL കിട്ടി. 5 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് DL കിട്ടി. വെറും 15 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂ പാസ്സായി കിട്ടി. ഇൻ്റർവ്യൂ പാസ്സായത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു മാസം ഞാനിങ്ങനെ ഇവിടെ സാക്ഷ്യം കേട്ടിട്ടുണ്ടായിരുന്നു. ഉപവാസം എടുത്ത് രാവിലെ 1 ടൈം ഫാസ്റ്റിംഗ് എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു മന്ത് ഫുള്ള് രാവിലെ ഉപവാസം എടുത്ത് തന്നെ ബൈബിൾ വായിച്ച് തന്നെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത് അങ്ങനെ 1 മന്ത് ഞാൻ എടുത്തിരുന്നു. അത് കഴിഞ്ഞ പിന്നെയാണ് എനിക്ക് DL കിട്ടിയത്. 15 ദിവസത്തിനുള്ള ഇൻ്റർവ്യൂ പാസ്സായി. ഇപ്പം എൻ്റെ ഓൾമോസ്റ്റ് പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞു. ഞാൻ വിസയ്ക്ക് വേണ്ടിയിട്ട് ഇനി തിരിച്ച് ദുബായി പോവും. വിസ കിട്ടി 1 മാസത്തിനുള്ളിൽ കിട്ടുമെന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കിട്ടും. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രദറിൻ്റെയും ബ്രദറിൻലോയുടെയും മാരേജ്. എൻ്റെ ബ്രദറിന് കുറച്ച് വണ്ണമൊക്കെ ഉള്ള കാരണം മാരേജ് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും വരും, എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അങ്ങനെ മുടങ്ങിപ്പോൾ. അപ്പോൾ അവന് 30 വയസ്സായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഉടമ്പടിയിൽ വെച്ചു. വീട്ടിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരാലോചന വന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഒത്തിരി പേരിങ്ങനെ വന്നു പോകുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് നടക്കാനാണെങ്കിൽ മാത്രം അവരിവിടെ കൊണ്ടുവന്നാൽ മതി, അല്ലെങ്കിൽ വേണ്ടാന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വന്നു. കല്യാണം, ചേച്ചി സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്, കല്യാണമൊക്കെ ഉറപ്പിച്ചു. കഴിഞ്ഞ ജനുവരിയിൽ കല്യാണം കഴിഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ബ്രദറിൻലോടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ബ്രദറിൻലോടെ അനീതി കൊച്ചെന്ന് പറഞ്ഞാൽ അവൾ കൃപാസനത്തിൽ ഒന്ന് ഉടമ്പടി എടുത്ത കൊച്ചാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് കേട്ട് കഴിഞ്ഞപ്പോൾ. അവൾ പറഞ്ഞു, ചേച്ചി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു സാക്ഷ്യം. പിന്നെ എനിക്ക് ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ലീവ് കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിന് ഭയങ്കര പനിയായിരുന്നു. രാത്രിയിൽ ബ്രൂഫിന് അടോളൊന്നും പനിയുടെ മരുന്നൊന്നും കൊടുത്തിട്ട് മാറുന്നുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു കൊറോണയൊന്നും അല്ല, സാധാ പനിയാന്ന് പറഞ്ഞു. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ട് പനി മാറുന്നുണ്ടായിരുന്നില്ല. 3 ദിവസം മരുന്ന് കൊടുത്തിട്ട് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ 3 ദിവസം രാത്രി പ്രതിഷ്ഠീകരണ പ്രാർത്ഥന 33 പ്രാവശ്യം കൊച്ചിൻ്റെ അടുത്തിരുന്ന് മാതാവിൻ്റെ തൈലിട്ട് പ്രാർത്ഥിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും 4ാമത്തെ ദിവസം രാവിലെ ആയപ്പോൾ കൊച്ചിന് പനിയില്ല. ഞാൻ മെഡിസിനേ കൊടുത്തിട്ടില്ല. അന്ന് തൈലം പറ്റി പ്രാർത്ഥിച്ച് അന്ന് ഞാൻ മെഡിസിൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ഒരു അത്ഭുതവും എന്താ പറയുക, എൻ്റെ വിശ്വാസം വർദ്ധിക്കാനുള്ള ഒരു ഇതായിട്ട് ദൈവം തന്നു. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് ഒത്തിരി ഇങ്ങനെ മാതാവ് ഞാൻ എപ്പോഴും കാശുരൂപം എൻ്റെ കഴുത്തിലിട്ട് നടക്കുള്ളൂ. എവിടെ പോയാലും എനിക്ക് ഒരു കാര്യത്തിനും മുടക്കമായാലും ഒന്നും വരാറില്ല. എനിക്ക് എല്ലാ കാര്യവും ഈശോയും മാതാവും നടത്തി തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ളൊക്കെ കൂടുതലൊരു കൃപ എനിക്ക് കിട്ടി. കരങ്ങളടിച്ചുകൊണ്ട് കർത്താവിനെ എന്ന് പറയട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഞ്ജലി, കൃപാസനം യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ കേട്ട് പ്രാർത്ഥിക്കുമ്പോഴുണ്ടാവുന്ന ഒരു ദൈവാനുഭവം ഒന്ന് പങ്കുവെച്ച് എല്ലാവരും കേൾക്കാനായിട്ട്. യൂട്യൂബിൽ കണ്ട് പ്രാർത്ഥിക്കുമ്പോഴുള്ള അനുഭവം. യൂട്യൂബിൽ നമുക്കിപ്പോൾ അച്ഛൻ്റെ ധ്യാനമൊക്കെ കൂടുമ്പോൾ ആണെങ്കിൽ ഭയങ്കര ഒരു എനർജി തോന്നും. ഇപ്പം നമ്മൾ എത്ര ഡെസ്പായിട്ട് എത്ര നിരാശയിലിരുന്നാലും നമ്മൾ ആ ധ്യാനം കിട്ടിയപ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു എനർജിയാണ്. എന്തായാലും നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ദൈവം അത് നടത്തി തരും, സമയമാകുമ്പോൾ നമുക്ക് തരും എന്നുള്ളൊരു എന്താ പറയുക, ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് എപ്പോഴും. അപ്പോൾ എനിക്ക് എപ്പോഴും എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ എപ്പോഴും അച്ഛൻ്റെ ഏതെങ്കിലും ടോക്സ് എടുത്ത് കേൾക്കും. അതുപോലെ തന്നെ യൂട്യൂബ് സാക്ഷ്യങ്ങൾ ഒത്തിരി കേൾക്കും. എനിക്ക് എപ്പോഴും ഒരു എനർജി തന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങളാണ്. കരങ്ങളടിച്ച് കർത്താവിടെ എന്ന് പറയുക. പ്രിയമുള്ളവരെ, അഞ്ജലിയെ പരിശുദ്ധാത്മാവിൽ ശാക്തീകരിച്ചത് സാക്ഷ്യങ്ങളാണ്. ലൈറ്റ് ക്യാനിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതെന്നുള്ളത് അറിയുമ്പോഴും അതുപോലെ പ്രാർത്ഥിക്കാനുള്ള പ്രേരണയും ലഭിക്കുന്നു. അതായത് അതുപോലെ തന്നെ ബഹുമാനോട് ജോസഫ് അച്ഛൻ്റെ ദിവ്യകാരുണ്യ ആരാധന, അതെപ്പോഴൊരു പോസിറ്റീവ് എനർജി, എത്രമാത്രം ഡെസ്പായിട്ടിരുന്നാലും അവിടെ പോസിറ്റീവ് എനർജിയാണ് അഞ്ജലിക്ക് നൽകിയെന്നുള്ളത്. കാരണം OIT 4 തവണ എഴുതി പരാജയപ്പെട്ട ആളാണ്. അയർലൻഡിലെ പേപ്പറുകൾ വെച്ചിട്ട് അത് നടക്കാതിരിക്കുമ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന ആളാണ്. ഇങ്ങനെയുള്ള സങ്കടങ്ങളും നിരാശകളെല്ലാം ബഹുമാനോട് ജോസഫ് അച്ഛൻ്റെ ദിവ്യകാരുണ്യ ആരാധന അതുപോലെ സാക്ഷ്യങ്ങൾ ശക്തിപ്പെടുത്തി എന്നുള്ളതാണ്. അതായത് സാക്ഷ്യങ്ങൾ കൂടെ കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ദൈവം ശാക്തീകരിക്കും. നമ്മൾ കൂടുതൽ ദൈവത്തിൽ ശരണപ്പെടാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപ നൽകും. ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനും ശക്തിപ്പെടാനും ലഭിക്കും.
1 കൊരിന്ത്യർ 13:13 ദൈവ വിശ്വാസം, ശരണം, സ്നേഹം ഇവ മൂന്നും നിങ്ങളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തും. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഉടമ്പടിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ ദൈവാനുഭവത്തിൽ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതാണ്. 1 കൊരിന്ത്യർ 14:1 പറയും, ദൈവസ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയും നമ്മൾ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന പ്രാർത്ഥനയാണ്. നമ്മൾ കൂടുതൽ ദൈവത്തിൽ ശരണപ്പെടാൻ, ഏത് നിരാശയിലും ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് ദൈവം പറയുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി. അതാണ് അഞ്ജലിയുടെ ജീവിതത്തിലെ 30 തവണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയെന്ന് പറയുമ്പോൾ കുഞ്ഞിനെ കർത്താവ് ഏറ്റെടുക്കുന്നു, സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ 1 വർഷമെങ്കിലും നീണ്ടു നിൽക്കേണ്ട പേപ്പറുകൾ, അയർലൻഡ് പേപ്പറുകൾ വെറും 15 ദിവസം കൊണ്ട് നടത്തി കൊടുക്കുന്നു. ഇതെല്ലാം ദൈവത്തെ ആഴമായി സ്നേഹിച്ച്, ദൈവത്തിൽ ശരണപ്പെട്ട്, ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് കർത്താവിൽ കൂടുതൽ ശക്തി പ്രാപിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന അനുഭവമാണ്. അങ്ങനെ കീറാമുട്ടിയായ പ്രശ്നങ്ങളും തടസ്സപ്പെട്ട് കിടക്കുന്ന ജീവിത വിഷയങ്ങളും ദുരന്തങ്ങൾക്കുമെല്ലാം ഉടമ്പടി പ്രാർത്ഥന അനുഗ്രഹവും കൃപയുമായി മാറും. അതാണ് അഞ്ജലിയുടെ ജീവിതത്തിൽ ജീവിച്ചത്. ഈ സാക്ഷ്യത്തോടു കൊടുത്ത് ഇതുപോലെ വേദന അനുഭവിക്കുന്ന എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.